അമേരിക്ക ഉയർത്തിയിരിക്കുന്ന ഈ താരിഫ് കണ്ട് ഇന്ത്യ ഭയക്കേണ്ടതില്ല, അല്ലെങ്കിൽ ഈ താരിഫിനെ ഇന്ത്യ അനുസരിക്കേണ്ടതില്ല എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത്. പ്രശാന്ത് സാർ, രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്നുണ്ടായ ഈ ഒരു മറുപടി, അല്ലെങ്കിൽ ഇത് വളരെ വളരെ ചർച്ചയാവുകയാണ്. കാരണം എല്ലാ കാര്യത്തിലും ഇന്ത്യ എടുക്കുന്ന തീരുമാനങ്ങളെ, നിലപാടുകളെ, അല്ലെങ്കിൽ ഇന്ത്യക്ക് മേൽ മറ്റ് ലോകരാജ്യങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങളെ ഒക്കെ എതിർത്തിരുന്ന ആളാണ് രാഹുൽ ഗാന്ധി. രാഹുൽ ഗാന്ധി ഇന്ത്യക്കാരനായി മാറുന്നു എന്ന് വേണോ അദ്ദേഹത്തിന്റെ ഈ ഒരു തീരുമാനത്തിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ? ഒപ്പം ഇനി ബി.ജെ.പിയുടെ ഒരു ലൈൻ പിടിച്ചാൽ മാത്രമേ കോൺഗ്രസിന് ഇന്ത്യയിൽ രക്ഷയുള്ളൂ എന്ന് രാഹുൽ ഗാന്ധിക്ക് തിരിച്ചറിവുണ്ടായിരിക്കുകയാണ്. അതെനിക്കറിയത്തില്ല. ഇപ്പൊ സത്യം പറയുന്ന രാഹുൽ ഗാന്ധി എന്നൊക്കെയാ പറയുന്നത്. ഇപ്പൊ ഇന്നലത്തെ ഒരു കാര്യത്തിനകത്ത് അദ്ദേഹം എടുത്ത തീരുമാനം, അത് ഒരുപക്ഷെ അങ്ങനത്തെ തീരുമാനം മാത്രം എടുക്കേണ്ടി വരും. അതിന് അതായത് ഇന്ത്യയുടെ മനസ്സ് അങ്ങനെയാണ്, നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാവും. എന്ത് വിഷയം വന്നാലും നഷ്ടം വന്നാലും അമേരിക്കയുടെ തിട്ടൂരങ്ങൾക്ക് നിന്നു കൊടുക്കേണ്ട ഒരു ഇന്ത്യ അല്ല ഇന്ത്യ എന്നാണ് നമ്മൾ പലരെയും വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അത് വളരെ കുറച്ച് ശതമാനം ആൾക്കാർ മാത്രമേ പറയുന്നുള്ളൂ നമുക്ക് വലിയ നഷ്ടം വരും, നമ്മൾ വലിയ കുഴപ്പം വരും. അതുണ്ട്. അത് പാകിസ്ഥാനിൽ നിന്ന്, ഈ പാകിസ്ഥാന് വേണ്ടി ഇന്ത്യക്കകത്ത് നിന്ന് മുദ്രാവാക്യം വിളിക്കുന്നവരും അമേരിക്കയ്ക്ക് വേണ്ടി ഇന്ത്യക്കകത്ത് നിന്ന് മുദ്രാവാക്യം വിളിക്കുന്നവരും ഒക്കെ ഉണ്ട്. അത് വേറെ ചില ലൈനാണ്. നമുക്ക് അങ്ങോട്ട് ദീർഘമായിട്ട് അതിനെപ്പറ്റി പറയണ്ട. ചിലർക്ക് കേൾക്കുമ്പോൾ സുഖം വരത്തില്ല. അപ്പം അല്ലാത്ത ദേശസ്നേഹികളായിട്ടുള്ള ആൾക്കാർ ഈ പറയുന്നത് പോലെ ഇതേ ഇതാണ്. ഇത് രാഹുൽ ഗാന്ധിക്ക് മനസ്സിലായി. കാരണം കഴിഞ്ഞ ദിവസം ഡെഡ് എക്കണോമി എന്ന് പറഞ്ഞപ്പോൾ രാഹുൽ ഗാന്ധി എടുത്തു വെച്ച് ഭിത്തിയിലൊട്ടിച്ച് നമ്മൾ കണ്ടതാണ്. അവസാനം തരൂരും കോൺഗ്രസ് നേതാക്കന്മാരും അത് അങ്ങനെയല്ല ഇങ്ങനെയല്ല മറ്റേതാന്നൊക്കെ പറഞ്ഞ് തിരുത്തേണ്ടി വന്നു. കാരണം ട്രംപ് പറഞ്ഞു ഇന്ത്യയുടെ ഡെഡ് എക്കണോമിയാണ്. പുള്ളി പറഞ്ഞ കൈയടിച്ചാട്ട് ആ കൊച്ചാട്ടൻ പറഞ്ഞ കേട്ടോ, ഞാൻ ഇത്ര കാലം കൊണ്ട് പറയുന്നത് അതാണ് ശരി, ഇതുവരെ പറഞ്ഞത് 84 വയസ്സിനകത്ത് അദ്ദേഹം പറഞ്ഞതിനകത്ത് ഇപ്പം മാത്രം ഒരു സത്യം ഉണ്ടായെന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി ഒരു ട്വീറ്റ് കൊടുത്തു. അതിനുശേഷം പുള്ളി എയറിലായിരുന്നു. അപ്പം ഇപ്പം ഈ വന്നതിനകത്ത് ഇന്ത്യക്കെതിരെയുള്ള നീക്കമാണ്, ഇന്ത്യ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയുള്ള നീക്കമാണ്, ഇന്ത്യ അത് അംഗീകരിച്ചു കൊടുത്തു പോകേണ്ട ഒരു അവസ്ഥയില്ല, ഏത് രീതിയിലേക്കുള്ള അഭിപ്രായം. അത് എം.എ. ബേബി ഉൾപ്പെടെ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ തന്നെയാണ്. എം.എ. ബേബി പറഞ്ഞിരിക്കുന്നത് ഈ പറയുന്നതിനകത്ത് നമ്മൾ വിട്ടുകൊടുക്കേണ്ട കാര്യമേ ഇല്ല, അത് വേറൊരു കൊളോണിയൽ നയമാണെന്നാണ് പുള്ളി പറഞ്ഞിരിക്കുന്നത്. കാരണം അത് ഒരു രാജാവും പ്രജയും എന്നുള്ള രീതിയിലൊക്കെ ഒരു സമ്പ്രദായമാണ്. അല്ലാതെ അവർ പറയുന്നതെല്ലാം അനുസരിച്ചു കൊള്ളണം. മറ്റ് പല രാജ്യങ്ങളുടെ അധികാരങ്ങളും അല്ലെങ്കിൽ മറ്റൊന്ന് അംഗീകരിച്ചു പോകുന്ന ഒരു അവസ്ഥയില്ല. ആ മേൽക്കോയ്മ അവർ പണ്ടും ഞങ്ങൾ പറയുന്ന ഇതാണ്, അംഗീകരിച്ചു പോകേണ്ട ഒരവസ്ഥയില്ല. അതുകൊണ്ട് ഈ ഒരു നിലപാട് ഒരുപക്ഷെ നരേന്ദ്രമോദി അത്തരത്തിൽ ഈ പറയുന്നത് അംഗീകരിച്ചു കൊടുക്കാത്ത ഒരു നിലപാട് എടുക്കുമെങ്കിൽ അതിന്റെ ഭാഗമായിട്ട് നിൽക്കാനേ മതിയുള്ളൂ. അത്തരത്തിലുള്ള തീരുമാനം എടുക്കണം എന്നുള്ള രീതിയിലാണ്. അപ്പം ഇതിനകത്ത് ഈ പറയുന്ന പല കാര്യങ്ങൾക്കകത്തും കഴിഞ്ഞ ദിവസം ഞാൻ രാഹുൽ ഗാന്ധിയിലേക്ക് വന്നാൽ ഈ പറയുന്ന പല കാര്യങ്ങളകത്തും കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി ചോദിച്ചു ഇയാൾക്ക് എങ്ങനെയാണോ ഈ മനസ്സിലാവുന്നത് അവിടുത്തെ ഇത് പിടിച്ചെന്ന്. ഇവിടെ ഔദ്യോഗികമായിട്ട് അതിനകത്ത് രേഖയൊന്നുമില്ല. മാത്രമല്ല പട്ടാളക്കാരെ കുറ്റം പറയുമ്പോൾ ഇന്ത്യയുടെ രാജ്യം ചൈനയുടെ കയ്യിരിക്കുക എന്നൊക്കെ പറയുന്നതിന് ഇയാൾക്ക് തെളിവ് വല്ലതും ഉണ്ടോ, ഇയാളോട് പോയി എന്നൊക്കെ ചോദിച്ചിട്ട് ശാസിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് അത്തരത്തിലുള്ള രാഹുൽ ഗാന്ധി അല്ലെങ്കിൽ പലവട്ടം ഇന്ത്യക്കകത്ത് നിന്ന് ഇന്ത്യക്കെതിരെ പറയുന്നു. സിന്ദൂർ ഓപ്പറേഷന് ശേഷം നമുക്ക് നഷ്ടപ്പെട്ട വിമാനങ്ങൾ കണക്ക് ശത്രുരാജ്യങ്ങൾ പോലും പറയാത്തപ്പോൾ ഇദ്ദേഹം പറയുന്നു. വെടിയുണ്ട പോയ കഥ പറയുന്നു, നമ്മൾക്ക് നഷ്ടമാണെന്ന് പറയുന്നു, നമ്മൾ ഈ പറയുന്നത് പോലെ യുദ്ധം നിർത്തുകയാണെന്ന് പറയുന്നു. അതിനകത്ത് ഈ പറയുന്ന പോലെ ട്രംപിന് കൈയുണ്ടെന്ന് പറഞ്ഞു. ട്രംപിന് കൈയുണ്ട്, ട്രംപിന് ഇപ്പൊ ഈ പണി നടത്തത്തില്ല. ട്രംപ് യുദ്ധം നിർത്തിയത് അന്ന് പറഞ്ഞത് താരിഫിന്റെ വിഷയം, കച്ചവടത്തിന്റെ വിഷയം ചർച്ച ചെയ്ത് ഇതിനകത്ത് തീരുമാനം ഉണ്ടാക്കിയെന്ന് പറഞ്ഞു. എന്താ ഇപ്പൊ കച്ചവടം പൊളിഞ്ഞു. അപ്പൊ ഇദ്ദേഹം പറഞ്ഞതൊക്കെ ഈ പറയുന്ന ഇന്ത്യക്കെതിരെ ആയിരുന്നല്ലോ. അല്ലെങ്കിൽ ഇദ്ദേഹം എപ്പോ അമേരിക്കയിൽ പോയാലും ഇവിടുത്തെ കുഴപ്പമാണ്, ഇലക്ഷൻ കമ്മീഷൻ കുഴപ്പമാണ്, ഇവിടെ ജനാധിപത്യമില്ല, ഇവിടുത്തെ സിഖുകാരന് തലപ്പാവ് വെക്കാൻ പറ്റത്തില്ല, സിഖുകാരന് അവരുടെ ആരാധനാലയത്തിൽ പോകാൻ പറ്റത്തില്ല, പല കാര്യത്തിലും ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ ഒരു കാര്യമുണ്ട് കേട്ടോ, അതുകൂടെ പറഞ്ഞു പോകണം. പാകിസ്ഥാൻ പത്രം പുള്ളിക്ക് അനുകൂലം. പാകിസ്ഥാനിലെ ദേശാഭിമാനി എന്നറിയപ്പെടുന്ന ഡോൺ എന്ന് പറയുന്ന അവരുടെ ഔദ്യോഗികമായിട്ടുള്ള പത്രം കഴിഞ്ഞ ദിവസം പറഞ്ഞു ഇന്ത്യയിലും ലോകത്തിലും നമ്മൾ നേതാക്കന്മാരെ പരിശോധിക്കുന്നു, രാഷ്ട്രീയക്കാരുടെ സ്വഭാവത്തിൽ സത്യസന്ധമായിട്ട് കാര്യം പറയുന്ന ഒറ്റ നേതാവ് ഈ പറയുന്നത് പോലെ ആരാണ്, രാഹുൽ ഗാന്ധിയുള്ളൂ. അപ്പം അതിനെ CNN ഒക്കെ അത് ദേശീയ വാർത്തയാക്കിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം രാഹുൽ ഗാന്ധി പറയുന്നതാണ് ശരി. കാരണം ഇവിടുത്തെ 5 വിമാനം നഷ്ടപ്പെട്ടെന്ന് പാകിസ്ഥാൻ പറഞ്ഞപ്പോൾ അതിന്റെ കൂടെ പറഞ്ഞ ആൾ ഇദ്ദേഹമാണല്ലോ. പഹൽഗാമിൽ ഇവിടെ വന്ന് ഭീകരാക്രമണം നടത്തിയപ്പോൾ ഇവിടുത്തെ കോൺഗ്രസ്സുകാരനും ഒരുപക്ഷെ രാഹുൽ ഗാന്ധിയുടെ അളിയനുമാണെന്നല്ലോ പറഞ്ഞത്. അത് പാകിസ്ഥാനിൽ നിന്നുള്ള ആളല്ല. കഴിഞ്ഞ ദിവസം അവന്മാരെ വെടിവെച്ച് കൊല്ലുന്നിടം വരെ രാഹുൽ ഗാന്ധി ചിദംബരം ഉൾപ്പെടെയവർ പറഞ്ഞെങ്ങനെ അത് പാകിസ്ഥാനിൽ നിന്നുള്ള, പാകിസ്ഥാനെ കുറ്റം പറയണ്ട, അല്ലെങ്കിൽ അത്തരത്തിൽ ഭീകരവാദം പാകിസ്ഥാൻ ഇവിടെ കൊണ്ടുവരുന്നില്ല. പാകിസ്ഥാൻ നല്ല രാജ്യമാണ്, പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ സത്യവാൻ സാവിത്രിയുടെ രാജ്യമാണ്. ഈ രീതി പറയുന്ന ആൾ ആരാ വേറെ ഉള്ളത്? പാകിസ്ഥാന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ഒരു രാജ്യം. ലോകം മൊത്തം ഈ പറയുന്ന പോലെ നമ്മൾ
അല്ലെങ്കിൽ ലോകം മൊത്തം പാകിസ്ഥാനെതിരെ പറയുമ്പോൾ, അല്ലെങ്കിൽ ലോകം മൊത്തം ടെററിസം പരത്തുന്ന രാജ്യമാണെന്ന് പറയുമ്പോൾ, ആ രാജ്യവുമായിട്ട് കോംപ്രമൈസ് ചെയ്തു പോകുന്ന രീതിയിലും, അല്ലെങ്കിൽ ആ രാജ്യത്തിന് വേണ്ടി സംസാരിക്കുന്ന രീതിയിലും ഇന്ത്യക്കകത്ത് നിന്നുകൊണ്ട് ഇന്ത്യയിലെ ജനങ്ങൾ മൊത്തവും ഒരുപക്ഷെ ജാതിമത ഭേദമന്യേ ഈ പറയുന്ന സിന്ദൂരിനകത്ത് കാണിച്ച ഈ തോന്നിവാസം, ഭീകരവാദം, അല്ലെങ്കിൽ ഒരു ഒരാളുടെ ലിംഗനിർണയം നടത്തി ജാതി ചോദിച്ച് കരിമ ചൊല്ലിച്ച് കൊന്നത് ശരിയല്ലെന്ന് ഇവിടുത്തെ മുസ്ലിം സഹോദരന്മാർ ഉൾപ്പെടെ പറഞ്ഞപ്പോൾ അതൊന്നും അങ്ങനെയല്ല, അത് ഭീകരവാദികളാണ്, അതിന്റെ പുറകിൽ പാകിസ്ഥാൻ അല്ല, തെളിവ് കൊടുത്തപ്പോൾ പോലും അംഗീകരിക്കാൻ തയ്യാറാവാത്ത ഒരു രീതിയിലേക്ക് പോയ ഒരു നേതാവായതുകൊണ്ടാണ് ഡോൺ പത്രം പറയുന്നത്. അപ്പം നമ്മൾ പറഞ്ഞു വന്നത് ഈ രാഹുൽ സത്യൻ പറയുന്നു. രാഹുൽ സത്യം പറഞ്ഞ ഒരു സത്യം എന്ന് പറഞ്ഞാൽ ഇത് മാത്രമേ ഉള്ളൂ. അതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, രാഹുൽ ഗാന്ധി വിചാരിച്ച ഒരു പൊളിറ്റിക്സ് ഇന്ത്യയിൽ വിലപ്പോകത്തില്ലെന്ന് ഒരു പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ഡെഡ് എക്കണോമിക്ക് ശേഷം ആരെങ്കിലും വിളിച്ചിരുത്തി ഊതിക്കൊടുത്തിട്ടുണ്ടാകാം. അല്ലെങ്കിൽ ഈ പറയുന്ന നിലപാടുമായിട്ട് മുന്നോട്ട് പോയാൽ യാതൊരു കാരണവശാലും അധികാരത്തിൽ വരാൻ പറ്റത്തില്ല എന്ന് മാത്രമല്ല, കോൺഗ്രസ് പാർട്ടി എന്ന് പറയുന്നത് ഇന്ത്യ മഹാരാജ്യത്ത് ഇല്ലാതെ പോകുന്ന ഒരു അവസ്ഥയാകും. അതായത് ദേശസ്നേഹത്തിന് എതിരെ നിന്ന് പോകുന്ന, അല്ലെങ്കിൽ മതമൗലികവാദികളുടെ അഭിപ്രായം പറഞ്ഞു പോകുന്ന ഒരു രാഹുൽ ഗാന്ധി ഇന്ത്യക്ക് വേണ്ട, അല്ലെങ്കിൽ അത്തരത്തിൽ വേണ്ടാന്ന് തീരുമാനിക്കുന്നു എന്ന് ആരോ ഉപദേശിച്ചു കൊടുത്തതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പം ഈ പറഞ്ഞ കഴിഞ്ഞ ദിവസത്തെ പ്രസ്താവന, അല്ലെങ്കിൽ നരേന്ദ്രമോദി എടുക്കുന്ന തീരുമാനം തന്നെ ആകണം, അല്ലെങ്കിൽ ട്രംപിനെതിരെ യാതൊരു കാരണവശാലും മുട്ടുമടക്കി പോകുന്ന ഒരു അവസ്ഥ ട്രംപിന്റെ തീരുമാനത്തിനെതിരെ ഉണ്ടാകരുതെന്ന് പറഞ്ഞത്. അതായത് ഈ പറഞ്ഞതുപോലെ ബി ജെ പിയെ കണ്ട് പഠിക്കുന്നു എന്ന് വേണം കരുതാൻ. ബി ജെ പി ഉണ്ടാക്കിയെടുത്ത രാജ്യസ്നേഹം, ദേശസ്നേഹം, അല്ലെങ്കിൽ രാജ്യത്തോടുള്ള കരുതൽ, ആ കരുതലിന്റെ പുറകെ പണ്ടും ഇന്ത്യക്കാരുണ്ടായിരുന്നു. ഒരു പക്ഷേ ഇപ്പം ആ ഇന്ത്യക്കാരുടെ അതിനകത്ത് ദേശസ്നേഹത്തിന്റെ കാര്യത്തിൽ ഉണ്ടായ ഒരു കരുതൽ, അല്ലെങ്കിൽ ഒരു വളർച്ച വളരെ കൂടുതലായി അതിനെതിരെ പറയുന്നു. ഇപ്പൊ ഇദ്ദേഹം വിചാരിച്ചിരുന്നത് എന്താണെന്നറിയോ? ഇതിനകത്ത് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വിശ്വസിച്ചു പോകുന്ന ഒരു അവസ്ഥയുണ്ട്. എന്ത് പറഞ്ഞാലും വിശ്വസിച്ചു പോകുന്ന ഒരു ജനതയാണ് ഇന്ത്യയിൽ. അല്ല, എന്ത് പറഞ്ഞാലും അങ്ങോട്ടും ഇങ്ങോട്ടും ആലോചിച്ച് എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്ത്, ഇപ്പം ഈ സോഷ്യൽ മീഡിയ ഒക്കെ അറിയാം, എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്ത് എന്ത് വേണം, ശരിയോ തെറ്റോ എന്ന് വിശകലനം ചെയ്യുന്ന ജനതയാണ്. അല്ലെങ്കിൽ മതമൗലികവാദികൾ പറയുന്നതാണ് മുസ്ലിങ്ങളുടെ തീരുമാനം എന്ന് വിചാരിച്ചത്. ഇതിനകത്ത് വേറെ ചില താല്പര്യങ്ങളുണ്ട്. എന്നാലും അങ്ങനെയുമല്ല. അത് സിന്ധുവിന് ശേഷം മനസ്സിലായി. മതമൗലികവാദികളുടെ അഭിപ്രായമല്ലായിരുന്നു ഇവിടുത്തെ ഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങളുടെ അഭിപ്രായം. ഇപ്പോഴും അല്ല, എപ്പോഴും ആവാനും സാധ്യതയില്ല. യെസ്, എന്തായാലും പ്രശാന്ത് സാർ സൂചിപ്പിച്ചതുപോലെ രാഹുൽ ഗാന്ധി ഇന്ത്യക്കാരനായി മാറുന്നു എന്ന് വേണം കരുതാൻ. കാരണം എല്ലാ കാലത്തും ഇന്ത്യ എടുക്കുന്ന തീരുമാനങ്ങളെ, നിലപാടുകളെ എതിർത്തിട്ട് കാര്യമില്ല. ഇന്ത്യക്കകത്ത് നിന്ന്, പാർട്ടിക്കകത്ത് നിന്ന് തന്നെ അതിൽ എതിരഭിപ്രായങ്ങൾ ഉയരുന്നു എന്നുള്ള ഒരു തിരിച്ചറിവ് രാഹുൽ ഗാന്ധിക്ക് ഉണ്ടായിരിക്കുന്നു എന്ന് വേണം കരുതാൻ. അതുകൊണ്ട് കൂടിയാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം താരിഫിനെതിരായി ഇന്ത്യ ശക്തമായ നിലപാടെടുക്കണം, അല്ലെങ്കിൽ അമേരിക്ക ഏർപ്പെടുത്തിയിരിക്കുന്ന ഈ താരിഫ് ഇന്ത്യ അനുസരിക്കേണ്ട കാര്യമില്ല എന്നൊക്കെയുള്ള തരത്തിൽ പൊതുവിൽ ഒരു പബ്ലിക്കായി തന്നെ അദ്ദേഹം ഒരു മറുപടി, അല്ലെങ്കിൽ ഒരു അഭിപ്രായം നടത്തിയിരിക്കുന്നത്. ഓപ്പറേഷൻ സിന്ധൂറിന്റെ സമയത്ത് അമേരിക്കയെ, പാകിസ്ഥാനെ പിന്തുണച്ച രാഹുൽ ഗാന്ധിയെ നമ്മൾ കണ്ടതാണ്. അതിനുശേഷം ഇന്ത്യ ലോകമൊട്ടാകെ സഞ്ചരിച്ചുകൊണ്ട് ഇന്ത്യയുടെ നിലപാട്, അല്ലെങ്കിൽ ഓപ്പറേഷൻ സിന്ധൂർ എന്തായിരുന്നു എന്നുള്ളത് ഇന്ത്യ വിശദമാക്കുമ്പോൾ അതിന് കോൺഗ്രസിനകത്തു നിന്നുള്ള ശശി തരൂരിനെ പോലെയുള്ളവരെ ഇന്ത്യ നിയോഗിച്ചപ്പോഴൊക്കെ രാഹുൽ ഗാന്ധി എടുത്തൊരു നിലപാട് എന്ന് പറയുന്നത് ശശി തരൂരിനെ തള്ളിക്കൊണ്ട്, ഇന്ത്യയെ തന്നെ, നമ്മുടെ രാജ്യത്തെ തന്നെ തള്ളിക്കൊണ്ട് അമേരിക്കയ്ക്കും പാകിസ്ഥാനും ഒക്കെ അനുകൂലമായ നിലപാടെടുക്കുക എന്നതാണ്. കോൺഗ്രസിനകത്തു നിന്ന് തന്നെ ഇതിനെതിരായി, രാഹുൽ ഗാന്ധിക്കെതിരായി വലിയ വിമർശനങ്ങൾ ഈ ഒരു വിഷയത്തിൽ ഉയർന്നു വന്നിരുന്നു. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ രാഹുൽ ഗാന്ധിയെ അമേരിക്കയിലെ ഒരു മാധ്യമം തന്നെ ഒരിക്കൽ വിശേഷിപ്പിച്ചത് സത്യം പറയുന്ന ഒരു നേതാവ് എന്നാണ്. അവരിപ്പോഴും ഈ താരിഫിന്റെ വിഷയത്തിലും രാഹുൽ ഗാന്ധി അത്തരത്തിൽ സത്യം പറയുന്ന ഒരു നേതാവാണെന്ന് അമേരിക്ക അംഗീകരിക്കേണ്ടി വരും. കാരണം താരിഫ് അനുസരിക്കേണ്ട എന്നാണ് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് കൂടിയായ രാഹുൽ ഗാന്ധി ആഹ്വാനം ചെയ്തിരിക്കുന്നത്. അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ രാഹുൽ ഗാന്ധിയുടെ ഈ ഒരു അഭിപ്രായം വളരെ വളരെ വിലപ്പെട്ടതാണ് ഇന്ത്യക്ക്. നമ്മുടെ രാജ്യത്തെ എല്ലാ കാലത്തും എതിർത്തുകൊണ്ടിരുന്ന രാഹുൽ ഗാന്ധി ഈ ഒരൊറ്റ വിഷയത്തിൽ ഇതാ ഇന്ത്യക്കൊപ്പം നിൽക്കുന്ന ഒരു കാഴ്ചയാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. വ്യക്തമാണ്. താങ്ക് യു പ്രശാന്ത് സർ.